ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയ സമയം മുതൽ എല്ലാവർക്കും പനിയും ജലദോഷവും എല്ലാമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇങ്ങനൊരു രസമാണ് കേട്ടോ, രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ രസം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനിയൊക്കെ പമ്പ കിടക്കും. പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഈ പനി സമയത്ത് മടിയായിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിക്കാൻ മാത്രമല്ല ഉണ്ടാക്കാനും മടിയായിരിക്കും. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ആ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, നല്ല ജീരകം, കുരുമുളക്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഇടികല്ലിട്ട് ചതയ്ക്കുകയാണ് കേട്ടോ. കാരണം അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ, മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതില്ല. പിടികളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരഞ്ഞ് പോയോണ്ട നന്നായി അങ്ങോട്ട് ആക്കണ്ട. നന്നായി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ട. നന്നായിട്ട് നമുക്ക് ഇതിൽ ചതച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനൊരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുളി കൂടുതലുള്ളവർക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിപ്പോൾ വറ്റൽ പുളി ഒഴിവാക്കാട്ടെ. പിന്നെ നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ ആ കടുക് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് പൊട്ടിക്കുക. നമ്മൾ സാധാരണ രസത്തിന് എന്താ ചെയ്യണേ അതേപോലെ തന്നെ കടുകും വറ്റൽമുളകും വേപ്പിലയൊക്കെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. അതാണ് ഞാൻ ഈ കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടത്. അപ്പോൾ കടുകും നമ്മുടെ വേപ്പിലയും കുറച്ച് വേപ്പിലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളില്ലേ, വെളുത്തുള്ളി, കുരുമുളക്, മല്ലി, അതൊക്കെ മല്ലി, വറ്റൽമുളക്, നല്ല ജീരകം കേട്ടോ, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു മണം വരണ വരെ ഇതും കൂടി ഒന്ന് നമ്മുടെ കുക്കറിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മൂത്തതിന് ശേഷം നമ്മളിത് ആ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിലാക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിയില്ലേ, പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ തക്കാളിയുടെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പച്ചമണം മാറണ വരെ ഒന്ന് നമുക്കൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ പുളി ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കുക കേട്ടോ. പുളി പിഴിഞ്ഞത് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പല്ല ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ കായാണ് കേട്ടോ. കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിടുന്ന നമ്മളിത് തിളയ്ക്കാറാവുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ നമുക്ക് അടച്ചിട്ട് ഒറ്റ വിസിൽ കണ്ടില്ലേ, ഈ നിലയാവുമ്പോൾ നമുക്ക് ഒരൊറ്റ വിസിലടിക്കുക വേണ്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒറ്റ വിസിലിന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് രസം ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് രസം റെഡിയാവും. നമുക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് കറിയൊന്നും വെക്കാൻ ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനൊരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണല്ലോ, സിമ്പിളാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അതിൻ്റെ ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.